അസ്സലാമലൈക്കും. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ തലേ ദിവസമൊക്കെ ബാക്കി വരുന്ന ചോറുണ്ടാവുമല്ലോ, ആ ചോറ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഈ ഒരു സ്നാക്ക് പുറത്ത് നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ചോറൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊരു മിക്സ്ഡ് ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് ചോറാട്ടിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോറ് തന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല, ബസ്മതി റൈസൊക്കെ എടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി, സാധാ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് ഗരം മസാല, 1/2 ടീസ്പൂണ് ചിക്കൻ മസാല, ഇതും ഇട്ടിട്ടൊന്ന് നല്ലോണം അരച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ അരഞ്ഞു കിട്ടാനായിട്ട് 2 ടേബിൾ സ്പൂണൊക്കെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഇതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് അടിച്ചെടുക്കാം. ചോറ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഓനിയൻ ഉണ്ടല്ലോ, അതൊന്ന് ഇതുപോലെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോണത് 2 പച്ചമുളകാണ്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടും കുറക്കും ചെയ്യാട്ടോ. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോണത് ചെറിയ ജീരകം ഉണ്ടല്ലോ, നല്ല ജീരകം എന്നൊക്കെ പറയണത്, അതാണ്. അതിപ്പോൾ ഒരു 1/4 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടാനായിട്ട് ഇതിലേക്ക് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാം. ആദ്യം ഞാൻ ഇതുപോലെ ഒന്ന് സ്പൂണ് വെച്ചിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ കയ്യിൽ വെച്ചിട്ടാട്ടോ കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി അവസാനമായിട്ട് ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഷേപ്പാക്കി എടുക്കുമ്പോൾ ഇങ്ങനെ പിടിക്കാനായിട്ട് കിട്ടണം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള മാവ് ലൂസായിട്ടാണ് കിട്ടിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അരിപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ആക്കി എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഓയിലൊന്ന് നല്ലോണം ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു വടയുടെ ഷേപ്പിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പിൽ വേണേലും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കാണ്. ഇതുപോലെ ഉള്ളിയൊന്നും വഴറ്റേണ്ട ആവശ്യമില്ലല്ലോ, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്